നമുക്ക് ഷിജോ കുര്യനിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ഷിജോ, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു വിധിയാണ്. നമുക്കറിയാം കേരളം എത്രത്തോളം സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് പോകുന്നതെന്ന്. ഈ സമയത്താണ് കിഫ്ബിയുടെ കടമെടുപ്പ് കൂടെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കുറയ്ക്കാനുള്ളൊരു തീരുമാനം കേന്ദ്രത്തിൽ നിന്നുണ്ടായത്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10,000 കോടിയെങ്കിലും കെട്ടിയില്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള കാര്യം പോലും വലിയ അവതാളത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. എത്രത്തോളം നിർണായകമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വിധി നോക്കിക്കാണുന്നത്? ജിൽസി, ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഇടക്കാല വിധിയിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം നോക്കിയിരിക്കുന്നത്. നമുക്കറിയാം കേന്ദ്രവുമായിട്ട് 2 തവണയാണ് സംസ്ഥാന സർക്കാർ ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരും ധനമന്ത്രിയും അടക്കം നേരിട്ടെത്തി 2 തവണയാണ് ചർച്ച നടത്തിയത്. ഈ ചർച്ച നടത്തിയതിൽ ഒരു തവണ പരാജയപ്പെടുകയും ഒരു ചർച്ച വിജയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും കേന്ദ്രത്തിനോട് കേരളം ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കേന്ദ്രം ഒരുക്കമല്ല. കേരളത്തിന് വേണ്ടി മാത്രമായിട്ട് കടമെടുപ്പ് പരിധി ഉയർത്തിക്കൊടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത്. അങ്ങനെ പറ്റില്ല. നമുക്കറിയാം കഴിഞ്ഞ സാമ്പത്തിക വർഷം 32,000-ലധികം കോടി രൂപ കടമെടുക്കാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് അത് 15,000 കോടിയായി കുറച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു സാഹചര്യം കേന്ദ്രം സൃഷ്ടിച്ചത്. ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ചതുപോലെ കിഫ്ബി മാത്രമല്ല, കിഫ്ബിയും അതോടൊപ്പം തന്നെ ഈ ക്ഷേമ പെൻഷനും അടക്കമുള്ള കാര്യങ്ങളിൽ കേരളം സജീവമായിട്ട് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നു. അത് സഹിക്കവയ്യാതെയാണ് കേന്ദ്രം ഇത്തരത്തിലുള്ള ഞെരുക്കത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള ആരോപണമാണ് കേരളം ഇതുവരെയും ഉന്നയിച്ചു പോന്നിരുന്നത്. അർഹമായിട്ടുള്ള ഔദാര്യമോ ദയയോ അല്ല കേന്ദ്രത്തിൽ നിന്ന് ചോദിക്കുന്നത്, അർഹമായിട്ടുള്ള കാര്യമാണ്. അത് നൽകുന്നതിനാണ് കേന്ദ്രം ഇത്തരത്തിൽ പിടിവാശി കാണിക്കുന്നത് എന്നുള്ള കാര്യമാണ് കേരളം പറയുന്നത്. എന്തായാലും സുപ്രീം കോടതി ഇത്തരത്തിലൊരു ഇടക്കാല വിധി പറയുമ്പോൾ അതിൽ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം കാണുന്നത്. അതായത് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ 10,000 കോടി രൂപ അടിയന്തരമായി കടമെടുക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നുള്ള ആവശ്യം കേരളം സുപ്രീം കോടതി മുമ്പാകെ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ പോലും കോടതി അവധിയായതിനാൽ ഇന്നാണ് വിധി പറയുന്നത്. ഇടക്കാല ഉത്തരവിൽ കോടതി വിധി പറയുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം നോക്കിയിരിക്കുന്നത്. അതായത് ധനമന്ത്രി KN ബാലഗോപാൽ പോലും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഇടയ്ക്ക് ശമ്പളം അടക്കം മുടങ്ങുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി ശമ്പളം മുടങ്ങില്ല, എല്ലാം കൃത്യമായി കൊടുക്കും. പക്ഷേ അപ്പോഴും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അർഹമായിട്ടുള്ള തുക കിട്ടേണ്ടതായുണ്ട്. അത് കിട്ടുന്നത് സുപ്രീം കോടതി വഴിയാണെങ്കിൽ അങ്ങനെ തന്നെ പോകാനാണ്, നിയമപരമായി പോകാൻ തന്നെയാണ് കേരളം ആഗ്രഹിച്ചിരുന്നത്. എന്തായാലും കേന്ദ്രത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് നിയമവഴിക്ക് പോകുന്നു. നിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോൾ നിയമം ആ രീതിയിൽ ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെ കേരളത്തെ സഹായിക്കാൻ കഴിയുമെന്ന കാര്യങ്ങൾ നോക്കുന്നുണ്ടെന്നാണ് ധനമന്ത്രി പറയുന്നത്. എന്തായാലും സുപ്രീം കോടതി വിധിയിൽ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം നോക്കിയിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് അർഹമായിട്ടുള്ള തുക നിയമവഴിയിലൂടെ നേടിയെടുക്കാനുള്ള പോരാട്ടമാണ് കേരളം നടത്തുകയും ചെയ്യുന്നത്. തീർച്ചയായും അർഹമായ തുക തന്നെയാണ് ചോദിക്കുന്നത്, ഔദാര്യമല്ല എന്ന് കേരളം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഇടക്കാല വിധിയെ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് കേരളം നോക്കിക്കാണുന്നത്.